ഇനി മസൂദിനെ സഹായിക്കാമെന്നും സ്നേഹിക്കാമെന്നും ആരും കരുതണ്ട. ഇനി പിടിവീഴുമെന്ന് ഉറപ്പായി മസൂദിന്റെ സമയമെടുത്തു. ആഗോള ഭീകരനെ തുരത്താൻ ലോകം മുഴുവൻ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന UN രക്ഷാസമിതിയിൽ ആവശ്യം വന്നതും അതിനുള്ള മറുപടികൾ വരുന്നതുമൊക്കെ ആ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. US, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് രക്ഷാസമിതിക്ക് മുന്നിൽ ആവശ്യം ഉന്നയിച്ചതും. ആവശ്യം രക്ഷാസമിതി അംഗീകരിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചവരുടെ പട്ടികയിൽ മസൂദ് അസർ ഉൾപ്പെടുമെന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെ. കാരണം അതോടെ ആഗോള യാത്രാവിലക്കും സ്വത്ത് മരവിപ്പിക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ അസറിനെതിരെ ഉണ്ടാകുമ്പോൾ ഇനി ഒരിടത്തും ഏത് മാളത്തിൽ ഒളിക്കാനും അസറിന് സാധിക്കില്ല. വീറ്റോ അധികാരമുള്ള 3 രാജ്യങ്ങളുടെയും സംയുക്ത നീക്കത്തിന് റഷ്യയുടെ പിന്തുണയും ലഭിക്കുന്നുള്ളത് കൂടുതൽ ആശ്വാസകരമാവുകയാണ്. അസറിനെ നിരോധിക്കണമെന്ന് റഷ്യ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ചൈന കൂടി അംഗീകരിച്ചാൽ മാത്രമേ ആവശ്യം രക്ഷാസമിതിയിൽ പാസ്സാവുള്ളൂ. ചൈനയ്ക്കൊരു അന്ധമായ മസൂദ് സ്നേഹമുണ്ടെങ്കിൽ അതിനി നിർത്തുന്നതായിരിക്കും നല്ലത്. എന്നാൽ മുമ്പ് ഇത്തരം ആവശ്യങ്ങൾ വീറ്റോ ചെയ്ത പാരമ്പര്യമാണ് ചൈനയ്ക്കുള്ളതെന്നുള്ളത് ഒരു ആശങ്കയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ. പക്ഷേ ഇത്തവണ ചൈന നിലപാട് തിരുത്തുമെന്ന് തന്നെ കരുതാം. തീവ്രവാദ സംഘങ്ങളെ നിയന്ത്രിക്കാത്ത പാകിസ്ഥാന്റെ നടപടിയെ തുടർന്ന് ഇന്ത്യ പാക് അതിർത്തിയിൽ അസ്വാരസ്യം പുകയുന്നതിനിടെ തന്നെയാണ് പ്രമുഖ രാജ്യങ്ങളുടെ നീക്കം. ആ ഒരു മൂവ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പുൽവാമ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ രൂപപ്പെട്ട സംഘർഷത്തിന് അയവ് വരുത്താൻ 3 നിർദ്ദേശങ്ങളുമായി UN രക്ഷാസമിതിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യ പാക് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് ലോകത്തുണ്ടാക്കുന്നത് വലിയൊരു തിരിച്ചടിയായിരിക്കും എന്നുള്ള നിരീക്ഷണമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ രക്ഷാസമിതിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും ആണവായുധ സജ്ജമാണെന്നതാണ് ലോകരാജ്യങ്ങളുടെ നെഞ്ചെടുപ്പ് ആശങ്ക ഇരട്ടിയാക്കുന്നത്. അത് ഏത് തരത്തിലും തടയണമെന്ന് കരുതി തന്നെയാണ് നിലവിലെ ചുവടുവയ്പ്. പുൽവാമ ആക്രമണത്തിന്റെയും ഇന്ത്യയിൽ ഭീകരവാദം വളർത്തുന്നതിലും പ്രധാനിയെന്ന് ഇന്ത്യ ആരോപിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ പേരിലാണ് UN ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മസൂദ് അസറിനെ സംബന്ധിച്ച് 3 നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാന് മുന്നിൽ UN രക്ഷാസമിതി ഇപ്പോൾ വച്ചിട്ടുള്ളത്. UN രക്ഷാസമിതിയിലെ അംഗങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങളാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചതും. അതായത് UN ഫ്രാൻസ് ആണ് ഈ ആവശ്യം ഏറ്റവും കൂടുതൽ ശക്തമായി ഉന്നയിച്ചിരിക്കുന്നതെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മസൂദ് അസറിന് ആഗോള യാത്രാ നിരോധനം ഏർപ്പെടുത്തണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇയാളുടെയും മറ്റ് ഭീകര സംഘടനകളുടെയും സ്വത്തുക്കൾ പൂർണ്ണമായും കണ്ടുകെട്ടണം. ഭീകരർക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായങ്ങൾ നിർത്തണം. ഇത് 3മാണ് പ്രധാനമായും UN പാകിസ്ഥാന് മുന്നിൽ വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അതോടൊപ്പം ഇന്ത്യ വർഷങ്ങളായി പാകിസ്ഥാനോട് ഈ വിഷയം ആവശ്യപ്പെടുന്നുണ്ട്. മസൂദ് അസറിനെ വിട്ടു നൽകാൻ ഇന്ത്യ വർഷങ്ങളായി പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയാണ്. മസൂദിനെതിരെ ഇതിനു മുൻപ് പലതവണ ഇന്ത്യ UN നടപടി ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ചൈനയായിരുന്നു ഇതിനെ പ്രധാനമായും വീറ്റോ ചെയ്തിരുന്നത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ജെയ്ഷെ മുഹമ്മദിനെ നേരത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട് ചൈനയും കൂടി ഒന്ന് മയപ്പെട്ടാൽ കാര്യങ്ങൾ വ്യക്തമാണ്, മസൂദിന് പൂട്ട് വീഴും. എന്നാൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനും തലവനുമായ മസൂദ് അസറിനെ കരിമ്പട്ടികയിൽ പെടുത്താൻ ചൈന ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നുള്ള കണക്കുകൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. മാത്രമല്ല വീറ്റോ അധികാരം ഉപയോഗിച്ച് രക്ഷാസമിതിയിൽ ഈ ആവശ്യത്തെ ചൈന എതിർക്കുമോ എന്നുള്ളതുമുണ്ട്. ചൈനയുടെ പിന്തുണ അനുസരിച്ചായിരിക്കും മസൂദിന്റെ കാര്യത്തിൽ പാകിസ്ഥാന്റെ തീരുമാനമെന്നാണ് ഇന്ത്യ ഇപ്പോൾ വിലയിരുത്തുന്നതും. അതിനാൽ തന്നെ നയതന്ത്ര തലത്തിൽ ചൈനയെ കൊണ്ട് പാകിസ്ഥാന്റെ മേൽ സമ്മർദ്ദത്തിനാകും ഇന്ത്യ ശ്രമിക്കുക. ലോകരാജ്യങ്ങളും അതിനൊറ്റക്കെട്ടായി ഇന്ത്യയുടെ ഒപ്പം ഉണ്ടാകും. അതിർത്തി കടന്നുള്ള തീവ്രവാദം തടയണമെന്ന് പാകിസ്ഥാനോട് അമേരിക്കൻ ആഭ്യന്തരകാര്യ മന്ത്രാലയം കർശനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു. വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ സുരക്ഷിത താവളമാകരുതെന്നും അമേരിക്ക ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭീകരർക്ക് സാമ്പത്തിക സഹായം എത്തുന്നത് തടയണം. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി നിർദ്ദേശങ്ങൾ കർശനമായി നിർദ്ദേശിക്കണമെന്നും അമേരിക്ക പാകിസ്ഥാനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളിൽ എല്ലാം പാകിസ്ഥാനെതിരെയുള്ള ഒരു ആയുധമായി മാറും. ഇന്ത്യക്ക് അത് ഗുണകരമാകും. പാക് പിടിയിലകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾക്കും ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ.